യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഈ മാസം 28-ാം തീയതി ഈ മാസത്തിൻ്റെ സമാപന ദിവസമാണ്. മാർച്ച് മാസത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഈ ഫെബ്രുവരി മാസം മുഴുവൻ ദൈവവചനം കേട്ട, പ്രാർത്ഥിച്ച, ദൈവത്തോടുകൂടെ ആയിരുന്ന ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ പ്രാർത്ഥനയോടെ സമർപ്പിക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞൊരു വാക്ക്, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന വചനങ്ങളും പ്രാർത്ഥനകളും ജീവിതത്തിൻ്റെ വെളിച്ചമായി മാറുന്നുണ്ട് എന്നാണ്. വാക്ക്, വചനം വെളിച്ചമായി മാറുന്ന ശുശ്രൂഷയാണ് ഓരോ ദിവസവും നടക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ തട്ടി വീഴാതെ മുന്നോട്ട് നീങ്ങാൻ വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വെളിച്ചമാണ്. വാക്ക്, വചനം വെളിച്ചമായി മാറുന്ന ഒരു സ്ഥലമാണിത്. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഈ ദിവസം ഞങ്ങൾ നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. ദിവസവും വചനം നൽകുന്നതിന്, അങ്ങയുടെ കരുതൽ നൽകുന്നതിന്, ഈ ശുശ്രൂഷ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രതീക്ഷയോടെ വചനം കേൾക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 33 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ്. 33 മുതലുള്ള വാക്യങ്ങൾ നല്ല സമറിയാക്കാരൻ്റെ ഉപമയിലെ പ്രധാനപ്പെട്ട ഭാഗമാണ്. എന്നാൽ ഒരു സമറിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്തു വന്ന് അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വച്ചുകെട്ടി. അവൻ്റെ മുറിവുകൾ, അവൻ്റെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന, തയ്യാറാകുന്ന ഒരു നല്ല സമറിയാക്കാരനെ അവിടെ കാണാം. ഈ വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, ഒരു മനുഷ്യൻ യാത്രാമധ്യേ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട് അവനുള്ളതെല്ലാം, സമ്പത്തും വസ്ത്രവും എല്ലാം അവർ കട്ടെടുത്തുകൊണ്ട് പോയി. മാത്രമല്ല, ഉപദ്രവിച്ച് മുറിവേൽപ്പിച്ച് വഴിയരികിൽ തള്ളിയിട്ടിട്ട് പോയി. പലരും അവനെ കണ്ടു, ആരും മനസ്സലിയാനോ സഹായിക്കാനോ തയ്യാറായില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നല്ല സമറിയാക്കാരൻ ഈ വ്യക്തിയെ കാണുന്നത്, അടുത്തു ചെല്ലുന്നത്. നല്ല സമറിയാക്കാരൻ യേശുവാണ്. ആ മുറിവേറ്റ് സകലരാലും അവഗണിക്കപ്പെട്ട് തകർച്ചയുടെ വക്കിൽ എല്ലാം കൈവിട്ടു പോയ സാഹചര്യത്തിൽ കിടന്നത് ഒരുപക്ഷെ ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കാം. ഇന്ന് നല്ല സമറിയാക്കാരൻ എൻ്റെ അടുത്ത് വരുന്നത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ്, ഒരു സൗഖ്യമായിട്ടാണ്, ഒരു വിടുതലായിട്ടാണ്, ഒരു നന്മയായിട്ടാണ്. എൻ്റെ ദൈവം ഈ അവസ്ഥയിൽ എന്നെ കാണുമ്പം, നമ്മൾ ചിലരെ കാണുമ്പോൾ പറയാറില്ലേ, അവിടെയെങ്ങാനും കിടക്കട്ടെ, നമ്മളെന്തിനാ ഈ വയ്യാവേലിക്ക് പോകുന്നത്, എന്തേലും ആട്ടെ, വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ട, അതൊക്കെ വള്ളിക്കെട്ട് കാര്യമാണ്, അതൊക്കെ വലിയ ഭാരയാവും. നമ്മളെന്തെങ്കിലുമൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്നും സാഹചര്യത്തിൽ നിന്നും പേടിച്ചിട്ടോ ഭയപ്പെട്ടിട്ടോ നമ്മൾ വേഗം രക്ഷപ്പെട്ടു പോകും. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ ഈ വ്യക്തിയെ കാണുമ്പോൾ സമറിയാക്കാരൻ ചെയ്യുന്നത് എഴുതിയിട്ടുണ്ട്, അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വച്ചുകെട്ടി. എണ്ണയും വീഞ്ഞും. അപ്പോൾ ആ സമറിയാക്കാരൻ്റെ കയ്യിലുണ്ടായിരുന്ന എണ്ണയും വീഞ്ഞും ഒഴിച്ച് അത് കൊടുത്ത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ എവിടെയെങ്കിലും തകർന്നോ, പരാജയപ്പെട്ടോ, മുറിവേറ്റോ, വല്ല പിണക്കത്തിലോ, ഏതെങ്കിലും അകൽച്ചയിലോ, മാനസികമായി വല്ലാതെ ഒരു ക്ഷീണം, ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ പ്രധാനപ്പെട്ടതാ മാനസികാരോഗ്യവും. ഇന്ന് ശരീരത്തിൻ്റെ ആരോഗ്യത്തേക്കാൾ കൂടുതൽ പ്രശ്നമുള്ളത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആരോഗ്യത്തിനാണ്. ഏതെങ്കിലും തരത്തിൽ മനസ്സുകൊണ്ടെങ്കിലും മുറിവേറ്റ് വേദനിച്ച് കഴിയുവാണോ?
ഇന്ന് നല്ല സമറിയാക്കാരനായ യേശു എൻ്റെ അടുത്ത് വരുന്നത് സൗഖ്യത്തിനും അനുഗ്രഹത്തിനും പ്രതീക്ഷയ്ക്കും കാരണമാകുന്ന ചില കാര്യവും കൊണ്ടാണ്. എണ്ണയും വീഞ്ഞും കൊണ്ടുവന്ന് അടുത്തു വന്നിരുന്ന് ആ മുറിവിൽ ഒഴിച്ച് അതിനെ സൗഖ്യമാക്കാൻ പറ്റുന്ന വിധത്തിൽ വച്ചു കെട്ടി അവിടെ എങ്ങാനും കിടക്കട്ടെ, എന്തേലും ആട്ടെ, നമുക്കെന്താ ഛേദം എന്ന് ചിന്തിച്ചു പോവല്ല. അടുത്തു വന്ന് എന്നെ കണ്ടിട്ട് എൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്ന എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല. എൻ്റെ മനസ്സിൻ്റെ വേദന കാണുന്ന ദൈവം എന്നെ ഈ അവസ്ഥയിൽ ഇട്ടേച്ചു പോകില്ല. എന്നെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല എൻ്റെ ദൈവം. വച്ചുകെട്ടി തൻ്റെ കഴുതയുടെ പുറത്തു കയറ്റി സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. എന്നിട്ട് ഒറ്റ പോക്ക് പോയി. പിന്നെ ആളെ കണ്ടില്ല. പിന്നെ മുങ്ങിയെന്നല്ല. 35-ാമത്തെ വാക്യം, അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 1 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, അവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളും. അവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. ദൈവം എന്നെ കണ്ടതാണോ? ദൈവം എന്നെ തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണോ? ദൈവം എൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ കാര്യം എൻ്റെ ദൈവം നോക്കിക്കൊള്ളും. കൂടുതലായി എന്തെങ്കിലും ആവശ്യം വന്നാൽ വീണ്ടും തരും, വീണ്ടും നൽകും. ഇതാരാന്നറിയാവോ? ദൈവത്തിൻ്റെ വാക്ക്. ദൈവം തിരഞ്ഞെടുത്തവർക്ക് ദൈവം കൊടുക്കുന്ന വാക്കായിട്ട് നമുക്ക് സ്വീകരിക്കാം. എന്നോടും നിങ്ങളോടും ദൈവം പറയുന്ന വാക്കാണ്, അവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. ആ കാര്യം ശ്രദ്ധിക്കണം. കൈവിട്ട് കളയില്ല, ഉപേക്ഷിക്കില്ല, തള്ളിക്കളയത്തില്ല. മനുഷ്യൻ നഷ്ടം വരുമോ, നമ്മുടെ ജീവിതത്തെ അത് സ്വാധീനിക്കും, ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവം തള്ളിക്കളയുന്നവനല്ല. നല്ല സമറിയാക്കാരൻ ആ മുറിവേറ്റവനെ ചേർത്ത് പിടിച്ചതുപോലെ ഇന്ന് എന്നെ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ നല്ല സമറിയാക്കാരൻ ആ വ്യക്തിയെ തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിൽ സുരക്ഷിതമായൊരു സ്ഥലത്തെത്തിച്ചതുപോലെ ദൈവത്തിൻ്റെ കരം നിൻ്റെ മേലുണ്ട്. ദൈവത്തിൻ്റെ കരം നിൻ്റെ മേലുണ്ട്. എന്തിനെന്നറിയോ? എവിടെയെങ്കിലും എത്തിക്കാനല്ല, നിന്നെ സുരക്ഷിതമായൊരു സ്ഥലത്തെത്തിക്കാൻ ദൈവത്തിൻ്റെ കരം നിൻ്റെ കൂടെയുണ്ട്. എവിടെയെങ്കിലും പോട്ടെ, നമുക്കെന്നാ ഛേദം എന്ന് ചിന്തിക്കുന്നവനല്ല ദൈവം. ദൈവം ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ ആ നല്ല സമറിയാക്കാരൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നു. ഇനി കൂടുതലായി എന്തേലും ആവശ്യം വന്നാൽ തിരിച്ചു വരുമ്പോൾ ഞാൻ തന്നോളാം എന്ന് പറയുമ്പോൾ ആ വാക്യം വായിച്ചാൽ മനസ്സിലാകും. ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. നിനക്കാവശ്യമുള്ളതെല്ലാം നൽകുന്നൊരു ദൈവമുണ്ട്. നിനക്കാവശ്യമുള്ള ജീവിതത്തിന് ആവശ്യമുള്ളത്, കുടുംബത്തിന് ആവശ്യമുള്ളത്, ഭാവി ജീവിതത്തിന് ആവശ്യമുള്ളത്, ആരോഗ്യത്തിന് ആവശ്യമുള്ളത്, മാനസിക ആരോഗ്യത്തിന് ആവശ്യമുള്ളത്, ഇനി എന്തെങ്കിലും ആവശ്യമായി വന്നാൽ ഞാനത് തന്നുകൊള്ളാം. ഈ നല്ല സമറിയാക്കാരൻ്റെ വാക്ക് എന്നോടും നിങ്ങളോടുമുള്ളൊരു വാക്കാണ്. നമുക്കാവശ്യമുള്ളതിനെ ഇനിയും നൽകാൻ കഴിവുള്ള ദൈവത്തെ ആരാധിക്കുന്നത്. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് മനസ്സിലോർത്ത് ഈ ഫെബ്രുവരി മാസം 28-ാം തീയതി എനിക്ക് ആവശ്യമുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. എൻ്റെ കുടുംബത്തിൽ ചില സമാധാനം, സ്വസ്ഥമായൊരു ജീവിതം, എന്നെ മനസ്സിലാക്കുന്നൊരവസ്ഥ, എൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മാറണം, ഒരു ജോലി കിട്ടണം, വിവാഹം നടന്നിട്ടില്ല, മക്കളെക്കുറിച്ചുള്ള ഭാരം, പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ ആവശ്യങ്ങളായിട്ടുണ്ട്. ഈ വാക്യം നിങ്ങളോടാണ്. എന്തെങ്കിലും ആവശ്യമായി വന്നാൽ ഞാൻ വീണ്ടും തന്നുകൊള്ളാം. എനിക്ക് ആവശ്യമുള്ളത് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിക്കും, ഓരോ കുടുംബത്തിനും ആവശ്യമായത് വചനത്തിലൂടെ നൽകുന്നൊരു ദൈവമുണ്ട്. വചനത്തിലൂടെ നൽകി അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. പിള്ളേരുടെ പരീക്ഷയൊക്കെ അടുത്ത് വരാൻ പോവുകയാണ്. നിനക്ക് ആവശ്യമായ ബുദ്ധിയും ശക്തിയും ഓർമ്മയും കഴിവും ഒക്കെ നൽകി അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്, സഹായിക്കുന്നൊരു ദൈവമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, SLC +1 +2 പരീക്ഷയ്ക്കൊക്കെ പോകുന്ന കുഞ്ഞുങ്ങൾ 5-10 മിനിറ്റ് ഈ വചനമൊക്കെ കേട്ട് പ്രാർത്ഥിച്ചു പോവുക. ആ ദിവസം നിങ്ങൾക്ക് ആ വചനത്തിലൂടെയുള്ള ദൈവാനുഗ്രഹം ലഭിക്കും. ദൈവം സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഫെബ്രുവരി മാസം മുഴുവൻ വചനം കേട്ട ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും
ഒന്നിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണങ്ങളിൽ നിന്നും, തകർച്ചകളിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും കൂട്ടായ്മയും ഐശ്വര്യവും സമ്പത്തും ഞങ്ങൾക്ക് നൽകണമേ. ദൈവികമായ സമാധാനം ഞങ്ങളിൽ നിറയ്ക്കണമേ. ദൈവികമായൊരു സ്വസ്ഥത ഞങ്ങൾക്ക് തരണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. ഒന്നിനും ഒരു കുറവില്ലാത്ത വിധം ഞങ്ങളെ നയിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മാസം മുഴുവൻ വചനം കേട്ട് എല്ലാവരോടും നന്ദിയോടെ ഓർക്കുന്നു, നന്ദി പറയുന്നു. നാളെ മാർച്ച് മാസം 1-ാം തീയതി ഞായറാഴ്ചയാണ്. നാളത്തെ ദിവസം 1-ാം തീയതി നമുക്ക് ആ ഒരു മാസം മുഴുവൻ അനുഗ്രഹമാകണം. നാളെ 1-ാം തീയതി വചനം കേൾക്കാൻ മറക്കരുത്. 1-ാം തീയതി വചനം കേൾക്കുന്ന ഒരു അനുഗ്രഹമാണ്. നാളെ ഞായറാഴ്ച കൂടിയാണല്ലോ. നമുക്ക് നാളത്തെ ദിവസം അനുഗ്രഹമാകാം. മുടങ്ങാതെ 5:30 തന്നെ മാർച്ച് മാസം 1-ാം തീയതി വചനം കേൾക്കാനൊരു ഭാഗ്യമുണ്ടാകട്ടെ. വചനം കേൾക്കുന്ന എല്ലാവരെയും സമർത്ഥമായ ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ. ആമേൻ.